ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഓട്ടോമാറ്റിക് തൊട്ടിലാണ്. മറ്റുള്ള തൊട്ടികളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഈ ഒരു തൊട്ടില്. കാരണം ഇത് റിമോട്ട് സെൻസറോ സൗണ്ട് സെൻസറോ ഉപയോഗിച്ചിട്ടല്ല ചെയ്തിട്ടുള്ളത്. ഇത് തികച്ചും ഒരു മോഷൻ സെൻസർ വഴിയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിന്റെ കൂടുതൽ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായി എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന്റെ മേക്കിംഗ് വീഡിയോ കാണാം. ശേഷം നമുക്ക് ഇതിന്റെ പ്രത്യേകതകളും എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു പ്ലൈവുഡിൻ്റെ ഷീറ്റ് 5 ഭാഗങ്ങളാക്കി കട്ട് ചെയ്തതാണ്. ഇതിൻ്റെ വില 2500 രൂപയാണ്. ഇനി നിങ്ങൾക്കിത് കോസ്റ്റ് കുറച്ച് ചെയ്യാനാണെങ്കിൽ വില കുറഞ്ഞ പ്ലൈവുഡുകളും ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. ഇതിൽ ചെറിയ ഗ്യാപ്പ് ഇട്ട് കൊടുക്കാനായി നമുക്ക് ഇതിൽ ലൈന് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഓരോ ഇടയിലായിട്ട് നമുക്ക് ഓരോ പീസ് കട്ട് ചെയ്ത് ഒഴിവാക്കണം. അതിനായി നമുക്കൊരു ഉയർന്ന സർഫേസിൽ ഇത് വെച്ചിട്ട് കട്ടർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യാം. കട്ടർ ഉപയോഗിച്ച് നമ്മളിതിൻ്റെ 4 ഭാഗങ്ങൾ ലൈനിട്ടു. ഇനി ഇത് ഒരു ഉളി വെച്ചിട്ട് ഇതിൻ്റെ ഇടയിലുള്ള പീസുകളൊക്കെ നമുക്ക് ഒഴിവാക്കി കളയാം. ഇപ്പോൾ നമ്മളിതിൻ്റെ ഇടയിലുള്ള എല്ലാ പീസുകളും ഉളി ഉപയോഗിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ഫ്ലാറ്റ് സർഫേസ് വെച്ചിട്ട് ഇതിൻ്റെ അടിഭാഗം നമുക്ക് സെറ്റാക്കി കൊടുക്കാം. ശേഷം ഇനി എല്ലാ സൈഡ് ഭാഗങ്ങളും നമുക്കൊന്ന് വെച്ച് നോക്കാം. ഇനി ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾ നമുക്ക് ആണി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ അടിയിലെ പീസിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇവിടെ എല്ലാ ഭാഗങ്ങളും സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാം. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഹിഞ്ചസ് ഉപയോഗിച്ചിട്ട് സ്ക്രൂ ചെയ്ത് കൊടുക്കാം. ഇനി ഈ പീസിൻ്റെ ഭാഗത്ത് തന്നെ നമുക്ക് 2 കൊളുത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഫ്രെയിം ഉണ്ടാക്കാനായി നമ്മൾ കുറച്ച് മരത്തിൻ്റെ പീസ് എടുക്കുന്നുണ്ട്. ഇത് ഞാൻ മെഷീൻ ഉപയോഗിച്ച് പ്ലെയിൻ ചെയ്തതാണ്. ഇനി ഇതിലേക്ക് 3x12 എന്ന മരത്തിൻ്റെ പീസിലേക്ക് നമുക്ക് 2 ബെയറിംഗ് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ആട്ടം സ്മൂത്തായി കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. രണ്ട് മരത്തിൻ്റെ പീസിലും നമ്മൾ ബെയറിംഗ് വെച്ചു. ഇനി അതിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് നമുക്ക് 2 ഹോൾ ഇട്ട് കൊടുക്കാം. രണ്ടിലും ഓരോ ഹോൾ വീതം
ഇടാം. ഇനി നമുക്കിതിൻ്റെ ഫ്രെയിം എല്ലാം ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ ഡ്രൈവാൾ സ്ക്രൂ ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എല്ലാ മരവും ഉപയോഗിച്ചിട്ട് സ്ക്രൂ ചെയ്ത് കൊടുത്തു. ശേഷം നമുക്ക് ഒരു അഡീഷണൽ പീസ് കൂടി ആവശ്യം വന്നു. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ബലത്തിന് വേണ്ടിയിട്ട് ഇതിൻ്റെ അടിയിൽ ഇതുപോലൊരു പീസ് കൂടി വെച്ച് കൊടുക്കാം. ഇനി 3 ഇഞ്ചിൻ്റെ ഗ്ലാമ്പ് നമ്മൾ മേൽഭാഗത്ത് ഈ സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഉറപ്പിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലുള്ള ചെറിയ മരത്തിൻ്റെ കഷ്ണങ്ങൾ നമ്മൾ അടിയിൽ കൊടുക്കുന്നുണ്ട്. അത് ഒരു ഹൈറ്റിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഫ്രെയിമിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്കിത് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാൻ പെയിൻറ്റിന് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് സാറ്റിൻ വൈറ്റാണ്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി പരിപാടിയിലേക്ക് നീങ്ങാം. ഇനി പ്ലൈവുഡിൻ്റെ ഈ 2 വശങ്ങളിലായിട്ട് നമുക്ക് ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഫ്രെയിമിലേക്ക് കയറ്റി വെക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് 3mm ഇരുമ്പിൻ്റെ ഷീറ്റിൽ ഹോൾസ് ഇട്ടതാണ്. ഇത് നമ്മൾ ഈ പ്ലൈവുഡിൻ്റെ 2 വശങ്ങളിലും അതുപോലെ ഫ്രെയിമിൻ്റെ ഒരു വശത്തും നമ്മളിത് വെക്കുന്നുണ്ട്. നമ്മളിത് ഉറപ്പിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇനി 3 ഇഞ്ച് വലുപ്പത്തിലുള്ള 2 ബോൾട്ട് എടുക്കുന്നുണ്ട്. അത് നമ്മൾ ഫ്രെയിമിലേക്ക് നമ്മുടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബോക്സ് സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഈ ബോൾട്ട് നമുക്ക് നേരെ തിരിച്ച് നമ്മുടെ ബെയറിങ് വെച്ചിട്ടുള്ള ആ ഭാഗത്തേക്ക് മുട്ടിച്ചു കൊടുക്കാം. ശേഷം ഞാൻ ഇതിലൊരു ഫോം ഇടുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇനി നമ്മുടെ തൊട്ടിൽ ഓട്ടോമാറ്റിക് ആക്കി എടുക്കാനുള്ള സാധനങ്ങളാണിത്. ഇത് ഞാൻ 3 വീലർ സ്പെയർ പാർട്സ് കിട്ടുന്ന ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. ഇത് 3 വീലറിൻ്റെ വൈപ്പർ മോട്ടറാണ്. ഇതിന് ഏകദേശം 750 രൂപ വില വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു നല്ലൊരു മോട്ടറാണിത്. നമുക്ക് പല ഉപയോഗത്തിനും ഇത് പറ്റും. അതുപോലെ തന്നെ ഒരു LED സ്ട്രിപ്പിൻ്റെ ഒരു ചെറിയ ഭാഗം, അതുപോലെ അഡാപ്റ്ററിൻ്റെ ഒരു ഫീമെയിൽ, ഇത് TIP 41C ട്രാൻസിസ്റ്റർ. ഇത് ഇലക്ട്രോണിക് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സെൻസർ. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 12 വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്റർ. ഇതും ഞാൻ ഇലക്ട്രോണിക് ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു റിംഗ് ബോക്സാണ്. ഒഴിവാക്കി കളഞ്ഞ ഒരു റിംഗ് ബോക്സ്. ഇതിൻ്റെ ഫോം ഞാൻ എടുത്ത് കളയാണ്. അതുപോലെ തന്നെ ഇതിൽ ഒരു ഹോള് ഇട്ടിട്ടുണ്ട്. നമ്മുടെ വയർ കണക്ഷൻ ഇതിൽ കൊണ്ടുപോകാനാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് ഇതിൽ വയർ ഇട്ടിട്ട് ഷോൾഡർ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഷോൾഡർ ചെയ്തിട്ടുള്ള സെൻസർ ഇവിടെ വെക്കാനായിട്ട് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാം.
ഇനി നമ്മുടെ സെൻസർ ഇവിടെ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മോട്ടർ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ബോൾട്ട് ഇട്ട് ഉറപ്പിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു സൈഡിൽ ഒരു ലോക്ക് കൊടുക്കുന്നുണ്ട്. ഒരു ബോൾട്ട് ഇട്ടിട്ടാണ് ഇതിൻ്റെ ലോക്ക്. അപ്പോൾ നമ്മുടെ മോട്ടർ ഇവിടെ ഞാൻ നെട്ടും ബോൾട്ടും ഇട്ടിട്ട് ഇവിടെ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മറ്റേ ട്രാൻസിസ്റ്ററും LED സ്ട്രിപ്പും ഒക്കെ ഇവിടെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഡയഗ്രാം ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ചെറിയൊരു ഗ്ലാമ്പാണ്. ഇത് സൈക്കിൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. ഇത് നമുക്ക് നമ്മുടെ മോട്ടറിൻ്റെ മുകളിലുള്ള ചെറിയ നെട്ട് കഴിച്ചിട്ട് അതിലേക്ക് ടൈറ്റിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഈ ബോക്സിൻ്റെ ഈ ഒരു ഭാഗത്ത് ചെറിയ ഹോൾ ഇട്ടിട്ട് നമ്മുടെ ഒരു കുളത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലുള്ള സ്പ്രിങ് ആണ്. ഇത് 2 വീലർ സ്പെയർ പാർട്സ് കിട്ടുന്ന ഷോപ്പിൽ കിട്ടും. 10 രൂപയാണ് ഒരു സ്പ്രിങ്ങിന് റേറ്റ്. ഇത് നമുക്ക് നമ്മുടെ മോട്ടറിൽ നിന്ന് നമ്മുടെ ഈ ബോക്സിൻ്റെ ഈ അറ്റത്തുള്ള കുളത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ആട്ടത്തിൻ്റെ ഒരു ടെൻഷൻ വർദ്ധിപ്പിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഗ്ലാമ്പ് ഒന്ന് ഉറപ്പിക്കാം. അതിനായിട്ട് ഈ നെട്ടൊന്ന് നല്ലോണം ടൈറ്റാക്കി കൊടുക്കാം. തൊട്ടിലിൻ്റെ ആട്ടം നമുക്ക് ഇവിടെയും അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് നല്ല സ്പീഡ് വേണമെന്നുണ്ടെങ്കിൽ ഗ്ലാമ്പ് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് നീക്കി വെച്ച് ടൈറ്റാക്കിയാൽ മതി. അപ്പോൾ ഇനി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് വരുന്നത് ഈ ഒരു ഭാഗം നമുക്ക് ഓപ്പൺ ആക്കാൻ കഴിയും. മാത്രമല്ല ഈ ഒരു ഭാഗം നമ്മൾ കട്ടിലോട് ചേർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്മമാർക്ക് ഫീഡ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഇനി ഇത് പ്രവർത്തിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കേണ്ടി വരും. ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമ്മൾ റോഡ് വെച്ചിട്ടുണ്ട്. ചക്രങ്ങൾ അതായത് നീക്കേണ്ട ആവശ്യത്തിന് വേണ്ടി ചെയ്തതാണ്. ഇനി നമ്മൾ ഇവിടെ ഒരു ലോക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഇത് ഈ ലോക്കിൽ ആണ് ഉള്ളത്. ഇനി നമുക്ക് ഇത് എടുത്തു കഴിഞ്ഞാൽ ലോക്ക് ഫ്രീ ആയി. ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ആട്ടി കൊടുക്കാം. ഇത് കറണ്ട് ഇല്ലാത്ത ഒരു രീതിയാണ്. ഇത് കൈ വെച്ചിട്ടാണ് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. കുട്ടികളെ വെച്ച് ചെക്ക് ചെയ്യാൻ ഇപ്പോൾ സാധിക്കില്ല, കാരണം കുട്ടി എപ്പോൾ എണീക്കുമെന്ന് അറിയില്ല. അതുകൊണ്ട് നമുക്ക് കൈ വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓണായി. ഇപ്പോൾ ഓട്ടോമാറ്റിക്കായി ഇത് ഓഫായി. ഇനി നമ്മൾ ഒന്നുകൂടി കൈ വെക്കാം. വീണ്ടും ഓണായി. ഇനി നമ്മൾ വീണ്ടും ഒന്ന് കൈ വെക്കാൻ പോകുന്നു. കേട്ടോ, കൈ വെക്കുന്ന ഒരു ടൈമിലാണ് ഇത് ഓൺ ആവുന്നത്. അതായത് നമ്മുടെ കുട്ടികൾ ഇടയ്ക്ക് എണീക്കുമ്പോൾ ഇത് താനെ ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്യും. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ എന്തായാലും റീപ്ലൈ തരുന്നതാണ്. അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും കാണാം. ബൈ.